കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാല കരട് ബില്ല് 2025 മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇടത് അനുകൂല സംഘടനകളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഒരു സ്വകാര്യ സർവകലാശാല ഒരു പ്രൈവറ്റ് മുതലാളിമാർക്ക് കൊണ്ടുവരികയാണ്? ആ പ്രൈവറ്റ് മുതലാളിക്ക് എങ്ങനെയാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് നിയമിക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് അതിന് പറ്റിയൊരു നിയമമാണ് UGC റെഗുലേഷൻ 2025 എന്ന പേരിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ റെഗുലേഷനെതിരെ ഇവിടുത്തെ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ സമരത്തിന്റെ ഭാഗമായി ഇവിടെ വലിയ കോലാഹലങ്ങൾ കാണിച്ചുകൂടി. ആ നിയമം കൊണ്ടുവന്നു ഇവിടുത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ നിയമ സാധ്യതയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ്. അവർ സ്വകാര്യ സർവകലാശാല നിയമം കൊണ്ടുവരുന്നു, അവർ അതിനു പകരം മറ്റേ സ്ഥലത്ത് സമരം നടത്തുന്നു UGC റെഗുലേഷനെതിരെ. ഇത് രണ്ടും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന NEP 2020 ഭാഗമായിട്ടുള്ള നടപടികളുടെ ഭാഗമാണ്. NEP 2020 കേവലം RSSന്റെ അജണ്ടകൾ കുത്തിക്കേറ്റാനുള്ള നയങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്ത് ഈ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉള്ള രാജ്യമാണിത്. LDF സർക്കാർ സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി കൊടുക്കുന്ന ബില്ല് ഇന്ന് നിയമസഭയിൽ പാസ്സാക്കുകയാണ്. അവർ പറയുന്നത് സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ട് ഫീസിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർവകലാശാലകൾ ഇവിടെ സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, ഇന്ന് ഗ്രാന്റ് പോലും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. മാസങ്ങളായി ഇവിടുത്തെ SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്വകാര്യ കോളേജുകൾ, സ്വാശ്രയ കോളേജുകളിൽ വളരെ വലിയ ഫീസ് കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാൻ പോകാൻ പറ്റാത്ത വിധത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇവരിതൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് സ്വകാര്യ സർവകലാശാല ഇവിടെ സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് കച്ചവടം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വരാൻ പോകുന്ന ഒരു സംവിധാനമാണ്. അവിടെ ഒരു സാമൂഹ്യനീതിയും ഇവർ ഉറപ്പാക്കത്തില്ല. വലിയ ഫീസ് വർധനയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയാണ്. ശാസ്ത്രീയ മതേതര ജനാധിപത്യ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമായി എല്ലാവർക്കും ലഭ്യമാക്കണം എന്ന ഏറ്റവും മഹത്തായ നവോത്ഥാന സങ്കല്പത്തെ തകർത്തുകൊണ്ടാണ് ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങാൻ പോകുന്നത്. ഇതിനെ ശക്തമായി നമ്മൾ ഓരോരുത്തരും എതിർക്കണം. സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പം അത് ശരിക്കും മെറിറ്റ് അട്ടിമറിക്കപ്പെടും. കാരണം ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള വലിയൊരു ശതമാനം വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു നയമാണ് സ്വകാര്യ സർവകലാശാല. കാരണം സ്വകാര്യ സർവകലാശാലകൾ സ്വാഭാവികമായിട്ട് ലാഭത്തിന് വേണ്ടിയാണ്, വിദ്യാഭ്യാസത്തിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം ജയിക്കുക എന്നുള്ളതല്ല അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഫിനാൻഷ്യൽ ഡിവൈഡ് നമ്മളുടെ നാട്ടിൽ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷം ഇങ്ങനെ ഒരു നയം കൊണ്ടുവരുന്നത് വലിയൊരു വഞ്ചനയാണ്. കാരണം ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത ആളുകൾ, സ്വകാര്യ സർവകലാശാലയെ ഒരു കാലത്ത് ശക്തമായി എതിർത്ത ആളുകൾ തന്നെ ഇന്ന് ഇതേ നയങ്ങൾ തന്നെ ഇവിടെ കൊണ്ടുവരികയും വലിയ രീതിയിൽ ഫീസ് വർധനവും കാര്യങ്ങളും ഈ സ്വകാര്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ചതി. എത്രയോ രക്തസാക്ഷികൾ, കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ഉൾപ്പെടെ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ നടന്ന സമരങ്ങളുടെ ഭാഗമായി ഇവിടെ നടന്ന ഒരു നാടാണ്. അപ്പൊ ആ രക്തസാക്ഷികളുടെയൊക്കെ ചോരയെ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇന്ന് ഇതുപോലൊരു വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വിദ്യാഭ്യാസത്തെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റും എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി. അത് കേന്ദ്ര സർക്കാരിന്റെ ആ നയം, അതേ നയം തന്നെ കേരളവും പിന്തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഈ രണ്ടു കൂട്ടരും തമ്മിൽ നയപരമായി ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ഇതുവഴി തെളിയുന്നത്. 4 വർഷ ഡിഗ്രി ഇവിടെ ഇതുപോലെ തന്നെ നടപ്പിലാക്കപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. എന്നിട്ട് ഇവിടെ കേരളത്തിൽ കേരള മോഡൽ 4 വർഷ ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 12,500 രൂപയാണ് സെമസ്റ്റർ ഫീസ് 4 വർഷ ഡിഗ്രി ഒരു പൊതുസ്ഥാപനത്തിൽ. എന്ന് പറഞ്ഞാൽ എല്ലാ മെറിറ്റും അട്ടിമറിക്കപ്പെടുന്ന വിധത്തിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയാത്ത ഫീസ് ഘടനയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ ഇവിടെ സർവകലാശാലയിലെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു തീരുമാനം. അപ്പൊ ഇവരെല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് നമുക്ക് വിദ്യാർത്ഥികൾക്ക് വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ പൊതു സർവകലാശാലകളെ തകർത്തുകൊണ്ടായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോകുന്നത്. സാധാരണ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കാതെ, അവർക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറാൻ അവസരം ലഭിക്കാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള നയങ്ങൾ സർക്കാരുകൾ നടപ്പിലാക്കുന്നത്. നമ്മളിതിന്റെ പുറകിലോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇത്തരത്തിൽ സ്വാശ്രയവൽക്കരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
സംസ്ഥാന സർക്കാർ ഈ പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമായ ഒരു മറുപടി, ഇതിനൊരു വ്യക്തത കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ക്യാമറമാൻ അഖിലിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.